നിങ്ങൾ ഡ്രസ് ബിസിനസ് ചെയ്യുന്നവരാണോ അതല്ലെങ്കിൽ ഭാവിയിൽ ഡ്രസ് ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് കേട്ടോ, നിയമവശങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ യാതൊരു ലൈസൻസോ ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ രീതി മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ പോലും ജസ്റ്റ് ഒരു ഗോഡൌൺ എന്ന പോലെ ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് റെന്റിന് എടുക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റിന് പുറത്തോട്ട് പ്രോഡക്റ്റുകൾ അയക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ പ്രോഡക്റ്റുകൾ വിൽക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ നമ്മളുടെ ബ്രാൻഡ് നെയിമിലൊക്കെ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ പാക്ക് ചെയ്ത് ഇറക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടാകണം എന്നുള്ള റൂളൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് മാത്രം നിങ്ങൾ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ നമ്മളുടെ ഡ്രസ് ഐറ്റംസ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് ശ്രമിക്കുക, പ്രത്യേകിച്ച് ബ്രാൻഡിങ് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ. അതുപോലെ തന്നെ ബ്രാൻഡിനെയും ഫിക്സ് ചെയ്യുന്നതിന് മുമ്പും ട്രേഡ് മാർക്ക് സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. വെറുതെ ഒരു ബ്രാൻഡിനെയും ഇട്ടാൽ അത് മറ്റാരെങ്കിലും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫൈൻ വരുന്നതാണ്. അപ്പോൾ ഒരു ബ്രാൻഡിനെയും ഫിക്സ് ചെയ്യുന്നതിന് മുമ്പും ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പും എല്ലാ നിയമവശങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഇന്ന് പല ആളുകളുടെയും വിചാരം ഓൺലൈൻ ബിസിനസ്സിന് ലൈസൻസ് ഒന്നും വേണ്ട എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ എവിടെ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നതിനനുസരിച്ചെല്ലാം ലൈസൻസ് ഡീറ്റെയിൽസ് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, നിയമവശങ്ങളെ കുറിച്ച് ശരിയായ രീതിയിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ചില ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നോക്കിയാൽ അറിയാം, ലേഡീസിന്റെ ഐറ്റംസ്, ജെന്റ്സിന്റെ ഐറ്റംസ്, കുട്ടികളുടെ ഐറ്റംസ്, അതുപോലെ തന്നെ ഓർണമെന്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഐറ്റംസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് പ്രോഫിറ്റ് അല്ല കിട്ടുന്നത്. നേരെ മറിച്ച് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് ഏത് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും ആ ശരിയായ ഓഡിയൻസിലോട്ട് എത്തണമെന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറി പ്രോഡക്റ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുക, അതിനുവേണ്ടി മാർക്കറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസ് ആക്കി മാറ്റുക നിങ്ങളുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ ഓൺലൈൻ വഴിയാണ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ, കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതും കണ്ടന്റ് മാർക്കറ്റിംഗ് ശരിയായ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇന്നൊരു കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്തു, അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്താൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മളൊരു ഓർഡർ വന്നു കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് പല ആളുകളും വാട്സാപ്പ് വഴിയൊക്കെയാണ് ഇപ്പോൾ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് വാട്സാപ്പ് തന്നെ യൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സിന് ശേഷമാണ് എങ്കിൽ ഓട്ടോമാറ്റിക് മെസ്സേജ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രാത്രിയാണ് ഒരു കസ്റ്റമർ മെസ്സേജ് അയക്കുന്നതെങ്കിലും ഓട്ടോമാറ്റിക് മെസ്സേജ്, ഇപ്പോൾ ഈ ഒരു ഷോപ്പ് ക്ലോസ്ഡ് ആണ് എന്നുള്ളത് കാണുമ്പോൾ ഒന്നെങ്കിൽ അവർ രാവിലെ മെസ്സേജ് അയക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ അങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് മിക്ക ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പോൾ തന്നെ അപ്പുറം നിൽക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ആ ഒരു മെസ്സേജ് കണ്ടു എന്നുള്ളത്. ഒരുപക്ഷെ നമ്മളുടെ വർക്കിംഗ് അവേഴ്സ് അല്ലാത്തതിനാലോ അതല്ലെങ്കിൽ ബിസി ആയതിനാലോ നമ്മൾ റിപ്ലൈ കൊടുത്തില്ല എന്ന് വരാം. അപ്പോൾ തന്നെ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രഷനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് വാട്സാപ്പ് യൂസ് ചെയ്യുകയും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മെസ്സേജ് സെറ്റിംഗ്സ് എല്ലാം ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, പ്രോപ്പർ ആയിട്ട് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. ഷിപ്പിംഗ് ടൈം നമ്മൾ അല്പം കൂട്ടി പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ഡേറ്റിലേക്കാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് പ്രതീക്ഷിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ 2-3 ദിവസം നേരത്തെ പ്രോഡക്റ്റ് കിട്ടിയാൽ കസ്റ്റമേഴ്സ് അവിടെ ഹാപ്പിയാണ്. എന്നാൽ ഇന്ന് മിക്ക ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, 2-3 ദിവസമൊക്കെ ഷിപ്പിംഗ് ടൈം പറയും, എന്നിട്ട് 6-7ാമത്തെ ദിവസമായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. 10 ദിവസം ഷിപ്പിംഗ് ടൈം നിങ്ങൾ പറഞ്ഞാലും ഇവിടെ 2 ദിവസം കൊണ്ട് പ്രോഡക്റ്റ് കിട്ടിയാൽ അവർക്ക് എക്സ്ട്രാ ഒരു സന്തോഷമാണ് കിട്ടുന്നത്. അപ്പോൾ ഷിപ്പിംഗ് ടൈം മാക്സിമം ഉള്ളൊരു സമയം നിങ്ങൾ അവരുടെ അടുത്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി അതല്ലെങ്കിൽ അയക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അടുത്തായിട്ട് പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് തെറ്റായിട്ടുള്ള രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് പല ആളുകളുടെയും വിചാരം ഒരുപാട് റേറ്റ് താത്തിയിട്ടാൽ പ്രോഡക്റ്റ് വിറ്റുപോകും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ശരിയായ രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് താത്തിയിട്ടാലും ഒരുപാട് ഹൈ ആക്കി ഇട്ടാലും നമ്മളുടെ പ്രോഡക്റ്റ് ഒരിക്കലും വിറ്റുപോകില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തായിട്ട് വരുന്നത് മിസ്റ്റേക്ക് ആണ്. പ്രോഡക്റ്റിന്റെ ശരിയായ ക്വാളിറ്റി കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് എത്തിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മൾക്കറിയാം, നമ്മൾ പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ടൊക്കെ വാങ്ങുമ്പോൾ ആ ഷോപ്പിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് കിട്ടും. അത് ഭയങ്കര ഹൈ ക്വാളിറ്റി തോന്നിക്കുന്ന ഫോട്ടോസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു മോഡൽസിനെ വെച്ചിട്ടാണ് ഇന്ന് പല ആളുകളും മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിന് ഇത്രയും ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് റിട്ടേൺ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റിട്ടേണിന്റെ എണ്ണം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ചില ആളുകളാണെങ്കിലോ നമ്മളുടെ അടുത്തുള്ളത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് എങ്കിലും ശരിയായ രീതിയിൽ ഫോട്ടോ എടുക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് ആ ഒരു പ്രോഡക്റ്റിന്റെ നിലവാരം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചൊന്നും വരില്ല. അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടാതിരിക്കാനുമായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് എന്താണോ ആ പ്രോഡക്റ്റിന്റെ ശരിയായ ഇമേജസ് നമ്മുടെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു ഡ്രസ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മളുടെ കൂടെ ജോയിൻ ചേർന്നിട്ട് ഞങ്ങളുടെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഡ്രസ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നൽകിയിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും.